എല്ലാവർക്കും സരിതാസ് ഓൺലൈൻ ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് there is, there are, there is, there are വെച്ചിട്ടുള്ള സെന്റൻസുകളാണ്. there is നമ്മൾ എപ്പോഴും ചേർക്കുക ഒന്നേ ഉള്ളെങ്കിലാണ് there is ചേർക്കുക, അതായത് സിംഗുലറിന്റെ കൂടെ. ഇനി there are ആണെങ്കിലോ പ്ലൂറലിന്റെ കൂടെയാണ് ചേർക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് there is വെച്ചിട്ടുള്ള സെന്റൻസ് പരിചയപ്പെടാം. എന്റെ വീടിന്റെ അടുത്ത് ഒരു സ്കൂളുണ്ട്. എന്റെ വീടിന്റെ അടുത്ത് ഒരു സ്കൂളുണ്ട്. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? There is a school near my house. There is a school near my house. Near എന്ന വാക്കിന്റെ അർത്ഥം അടുത്ത് എന്നാണ്. There is a school near my house. വേദനയില്ലാതെ വിജയമില്ല. വേദനയില്ലാതെ വിജയമില്ല. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? There is no victory without pain. There is no victory without pain. എന്റെ ബാഗിൽ ധാരാളം പണമുണ്ട്. എന്റെ ബാഗിൽ ധാരാളം പണമുണ്ട്. എങ്ങനെയാണ് പറയാ? There is lot of money in my bag. There is lot of money in my bag. പൂന്തോട്ടത്തിൽ ഒരു പൂച്ചയുണ്ട്. പൂന്തോട്ടത്തിൽ ഒരു പൂച്ചയുണ്ട്. എങ്ങനെ പറയാം? There is a cat in the garden. There is a cat in the garden. ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഒരു പൂച്ചയെ കുറിച്ചല്ലേ പറയുന്നുള്ളൂ. അപ്പൊ നമ്മള് ഒന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മള് there is ചേർത്തത്. There is a cat. ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ. There is a cat in the garden. എന്റെ ബാഗിൽ ഒരു താക്കോലുണ്ട്. എന്റെ ബാഗിൽ ഒരു താക്കോലുണ്ട്. എങ്ങനെ പറയാം? There is a key in my bag. There is a key in my bag. കീ എന്ന് പറയുമ്പോ ഒന്നേ ഉള്ളു, അപ്പൊ നമ്മൾ എന്ത് ചേർത്തു? ഈസി ചേർത്തു. There is a key in my bag. കസേരയുടെ താഴെ ഒരു പൂച്ചയുണ്ട്. കസേരയുടെ താഴെ ഒരു പൂച്ചയുണ്ട്. എങ്ങനെ പറയാം? There is a cat under the chair. There is a cat under the chair. മേശയുടെ അടുത്ത് ഒരു ബാഗുണ്ട്. മേശയുടെ അടുത്ത് ഒരു ബാഗുണ്ട്. എങ്ങനെയാണ് പറയാ? ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. there is വെച്ചിട്ടുള്ള സെന്റൻസുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് there are വെച്ച് തുടങ്ങുന്ന സെന്റൻസ് പരിചയപ്പെടാം. പാർക്കിൽ ധാരാളം ആളുകളുണ്ട്. പാർക്കിൽ ധാരാളം ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നേ ഉള്ളു അല്ലെ? ഒരു ചെയർ ഉണ്ട്, ഒരു പൂച്ചയുണ്ട്, ഒരു പൂവുണ്ട് എന്ന് തുടങ്ങുന്ന ഒന്നിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ there is ചേർത്തു. പാർക്കിൽ ധാരാളം ആളുകളുണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതലില്ലേ? അപ്പൊ നമുക്ക് there is ചേർക്കാൻ പറ്റത്തില്ല. there are വേണം നമ്മൾ ചേർക്കാനായിട്ട്. അപ്പൊ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? There are many people at the park. There are many people at the park. പൂന്തോട്ടത്തിൽ മനോഹരമായ പൂക്കളുണ്ട്. പൂന്തോട്ടത്തിൽ മനോഹരമായ പൂക്കളുണ്ട്. എങ്ങനെ പറയാം? There are beautiful flowers in the garden. There are beautiful flowers in the garden. മേശപ്പുറത്ത് പ്ലേറ്റുകൾ ഒന്നുമില്ല. മേശപ്പുറത്ത് പ്ലേറ്റുകൾ ഒന്നുമില്ല. എങ്ങനെ പറയാം? There are no plates on the table. There are no plates on the table. സിനിമാ തിയേറ്ററിന്റെ പുറത്ത് ഒരുപാട് ആളുകളുണ്ട്. സിനിമാ തിയേറ്ററിന്റെ പുറത്ത് ഒരുപാട് ആളുകൾ ഉണ്ട്. പുറത്ത് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ആണ്. അകത്ത് എന്ന് നമ്മൾ പറയാനായിട്ട് ഇൻസൈഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് പറയാ? There are many people standing outside the cinema theater. There are many people standing outside the cinema theater. ക്ലാസ് റൂമിൽ 25 വിദ്യാർത്ഥികളുണ്ട്. ക്ലാസ് റൂമിൽ 25 വിദ്യാർത്ഥികളുണ്ട്. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? There are 25 students in the classroom. There are 25 students in the classroom. ക്ലാസ്സിൽ 2 അധ്യാപകരുണ്ട്. ക്ലാസ്സിൽ 2 അധ്യാപകരുണ്ട്. എങ്ങനെയാണ് പറയാ? There are 2 teachers in the classroom. There are 2 teachers in the classroom. ഇനി ക്ലാസ്സിൽ ഒരു അധ്യാപകയുണ്ടെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ക്ലാസ്സിൽ ഒരു അധ്യാപകയുണ്ട്. ഇതിന്റെ ഉത്തരം എല്ലാവരും കമന്റ് ചെയ്യുക. എന്റെ ബാഗിൽ 7 ബുക്കുകളുണ്ട്. എന്റെ ബാഗിൽ 7 ബുക്കുകളുണ്ട്. എങ്ങനെയാണ് പറയാ? ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഞാൻ
ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. There are 7 books in my bag. There are 7 books in my bag. എല്ലാവരുടെയും ശരിയായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെന്റൻസിലേക്ക് കടക്കാം. അവിടെ 2 കസേരകളുണ്ട്. അവിടെ 2 കസേരകളുണ്ട്. എങ്ങനെ പറയാം? There are 2 chairs. There are 2 chairs. There are 2 chairs. ഫ്രിഡ്ജിൽ കുറച്ച് മുട്ടകളുണ്ട്. ഫ്രിഡ്ജിൽ കുറച്ച് മുട്ടകളുണ്ട്. കുറച്ച് എന്ന വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സം എന്നാണ് പറയാ. സം, SOME, സം. അപ്പൊ എങ്ങനെ പറയാം? There are some eggs in the fridge. There are some eggs in the fridge. ഗ്രൗണ്ടിൽ ധാരാളം കുട്ടികളുണ്ട്. ഗ്രൗണ്ടിൽ ധാരാളം കുട്ടികളുണ്ട്. എങ്ങനെയാണ് പറയാ? ഇതിന്റെ ഉത്തരം എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തുടർന്ന് നമ്മുടെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ്സുകളാണ് വേണ്ടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എല്ലാം കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എന്റെ സെക്കൻഡ് ചാനലിലെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയി ഞാൻ കൊടുക്കാം. അപ്പൊ എല്ലാവരും അത് കണ്ടിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.